അതിന്റെ മുമ്പത്തെ ആഴ്ചയിലൊക്കെ നടന്ന ഏകദേശം കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പരിശോധിക്കുമ്പോൾ അവരെല്ലാം ഇങ്ങനെയുള്ള ലഹരികളുടെ ഉടമകളോ അതിന്റെ അഡിക്റ്റായവരോ അതിന് വിധേയപ്പെട്ടവരോ എപ്പോഴെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരോ ആണ്, അല്ലെങ്കിൽ നിത്യേന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. തിരുവനന്തപുരത്തെ ആ ഒരു സുഹൃത്തിനെ കുറിച്ച് തന്നെ നമ്മൾ വായിച്ചുവല്ലോ. എന്തിനു വേണ്ടി അദ്ദേഹം ഇതെല്ലാം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കടം വന്നു. ആ കടങ്ങളെല്ലാം വീട്ടാൻ വേണ്ടി അദ്ദേഹം വഴി കണ്ടെത്തിയത് ഇങ്ങനെയുള്ള ലഹരികളും മറ്റും ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പിതാക്കളോടും കൂട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം വീട്ടിലുള്ള 90 വയസ്സായ ഉമ്മയോട്, വലിയുമ്മയോട് വരെ മാല ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന്റെ പേരിൽ ആ വലിയുമ്മയെ കഷ്ണം കഷ്ണമായി നുറുക്കുവാൻ ഈ കുട്ടിക്ക് പ്രചോദനമായതും ഈ കുട്ടിക്ക് പ്രോത്സാഹനമായതും ഈ കുട്ടി അതിലേക്ക് നയിച്ചതുമെല്ലാം ഇങ്ങനെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനമാണ്. ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അഡിക്റ്റായതാണ്. അതുകൊണ്ട് നമ്മുടെ ചെറിയ തലമുറ ആർക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ ആരെയും ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും ഒരു പരിധി വരെ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ ചെറിയ മക്കളെ, ചെറിയ കുട്ടികളെ, സ്കൂളിൽ പോകുന്നവരാവട്ടെ അല്ലാത്തവരാകട്ടെ ആരായാലും നമ്മുടെ നാട്ടിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെ കുറഞ്ഞ ശ്രദ്ധയും കുറഞ്ഞ ഒരു കണ്ണും എല്ലാവുന്നത് നല്ലതാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം